ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രത്യേകതരം ഊർജത്തെക്കുറിച്ചാണ്. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു തരം പോസിറ്റീവ് വൈബ്രേഷനെ കുറിച്ച്. ഇത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, പക്ഷേ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ സാധാരണ അവസ്ഥയായിട്ടായിരിക്കും നമ്മൾ അതിനെ കാണുന്നത്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യവും ഊർജ്ജമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാം ഈ ഊർജ്ജത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ ഉയർന്ന വൈബ്രേഷണൽ എനർജി, അതായത് ഹൈ വൈബ്രേഷണൽ എനർജി അഥവാ നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് നോക്കാൻ പോവുകയാണ്. നിങ്ങളിൽ ഈ ഉയർന്ന വൈബ്രേഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന 9 പ്രധാനപ്പെട്ട അടയാളങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ സ്വയം വിലയിരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഞാൻ ഈ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഉയർന്ന വൈബ്രേഷണൽ എനർജി നിങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ സൈനാണ് കുട്ടികളും മൃഗങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു, ഒരു മാന്ത്രിക വലയം പോലെ. ആദ്യത്തെ അടയാളം വളരെ മനോഹരമായ ഒന്നാണ്. നിങ്ങൾക്ക് ഉയർന്ന വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നൊരു തരം മൃദുലമായ അല്ലെങ്കിൽ അദൃശ്യമായ പ്രകാശം പ്രസരിക്കുന്നത് പോലെയാണ്. ഇത് ആർക്കും കാണാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല, പക്ഷേ കുട്ടികൾക്കും മൃഗങ്ങൾക്കും ഇത് എളുപ്പത്തിൽ അനുഭവിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് എനർജി പുറത്തേക്ക് വിടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരുതരം ശാന്തതയും സന്തോഷവും സുരക്ഷിതത്വവും അവർക്ക് അനുഭവപ്പെടുന്നു. നമ്മുടെ കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനോ അഭിനയിക്കാനോ ഒന്നും അറിയില്ല. ഉള്ളിലുള്ളത് അതുപോലെ പുറത്ത് കാണിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഊർജം എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് പ്രത്യേകം കഴിവുണ്ട്. നിങ്ങൾ ഒരു കൂട്ടം കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് പെട്ടെന്ന് നിങ്ങളോടൊരു അടുപ്പം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് വരാനും കളിക്കാനും സംസാരിക്കാനും എല്ലാം അവർക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ, ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ഊർജമുണ്ട്. നിങ്ങളുടെ സാമീപ്യത്തിൽ അവർക്ക് സുരക്ഷിതത്വവും സ്നേഹവും അനുഭവപ്പെടുന്നുണ്ടാകും. മൃഗങ്ങളുടെ കാര്യം അതുപോലെയാണ്. അവ നമ്മളെ വാക്കുകളിലൂടെ ഒന്നും ചിന്തിക്കാറില്ലല്ലോ. അവർക്ക് ചുറ്റുമുള്ള വികാരങ്ങളും ഊർജവും വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊരു പൂച്ചയുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് നിങ്ങളുടെ കാലിൽ ചുറ്റിത്തിരിയുകയോ, ഒരു നായ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് വാലാട്ടുകയോ, അല്ലെങ്കിൽ അപരിചിതമായ മൃഗങ്ങൾ പോലും നിങ്ങളെ എളുപ്പത്തിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് വൈബ്രേഷന്റെ തെളിവാണ്. നിങ്ങളുടെ എനർജി ശാന്തവും സ്നേഹമുള്ളതുമായതുകൊണ്ട് അവയ്ക്ക് നിങ്ങളോട് അടുപ്പം വേഗം തോന്നുന്നു. അത് നമ്മൾ അറിയാതെ നമ്മളിലുള്ള ഒരു പ്രത്യേക കഴിവാണ്, ശരിയല്ലേ? അപ്പോൾ ആദ്യത്തെ സൈനായിരുന്നു കുട്ടികളും മൃഗങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സൈനാണ്, അതായത് രണ്ടാമത്തെ അടയാളമാണ് ആന്തരിക സമാധാനവും ശാന്തതയും. നിങ്ങൾക്ക് ഉയർന്ന വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുതരം ആഴത്തിലുള്ള സമാധാനവും ശാന്തതയും എപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടാവും. ഈ സമാധാനം എന്നത് നമ്മുടെ ഉള്ളിൽ എരിയുന്ന ഒരു കെടാവിളക്ക് പോലെയാണ്. പുറത്തെന്ത് പ്രശ്നങ്ങളുണ്ടായാലും, എത്ര തിരക്കായാലും നമ്മളുടെ ഉള്ളിൽ ഒരുതരം ശാന്തത എപ്പോഴും നിലനിൽക്കും. ഇതിനർത്ഥം നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നവും വരില്ല എന്നൊന്നും അല്ല കേട്ടോ. ജീവിതം എന്ന് പറഞ്ഞാൽ ഉയർച്ച താഴ്ചകളിലൂടെ ഉള്ളൊരു യാത്രയാണല്ലോ. എല്ലാവർക്കും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പക്ഷേ ഒരു ഉയർന്ന വൈബ്രേഷൻ ഉള്ള വ്യക്തി ഈ വെല്ലുവിളികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് വ്യത്യാസം. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ നിയന്ത്രണം വിട്ടുപോവുകയോ ചെയ്യുന്നതിന് പകരം അവർ ഏത് പ്രശ്നത്തെയും ശാന്തവും സ്ഥിരവുമായ മനസ്സോടെ സമീപിക്കും. നിങ്ങളുടെ ഉള്ളിലെ ഈ സമാധാനം ഒരു സൂപ്പർ പവറാണ് കേട്ടോ. ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പോലും വ്യക്തമായിട്ട് ചിന്തിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിനെ കുറിച്ചോ അവ അവഗണിക്കുന്നതിനെ കുറിച്ചോ അല്ല ഇത്. മറിച്ച് എത്ര വലിയ പ്രശ്നം വന്നാലും അതിനെ ശാന്തമായും ആത്മവിശ്വാസത്തോടെയും നേരിടാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് ഉള്ളിൽ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ്. ഈ ആന്തരിക സമാധാനം നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷന്റെ വ്യക്തമായ അടയാളമാണ്. നിങ്ങൾ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ചുറ്റുപാടുകളുമായിട്ടും ഒരു തരം ഐക്യത്തിലാണെന്ന് ഇത് കാണിക്കുന്നു. പുറത്ത് നടക്കുന്ന കാര്യങ്ങളോ മറ്റുള്ളവരുടെ പ്രതികരണങ്ങളോ നിങ്ങളെ എളുപ്പത്തിൽ ഇളക്കി മറിക്കില്ല.
ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഈ ശാന്തത നിങ്ങൾക്ക് തുണയാകും. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നില്ലേ? അപ്പോൾ രണ്ടാമത്തെ അടയാളം, അതായത് രണ്ടാമത്തെ സൈനായിരുന്നു ആന്തരിക സമാധാനവും ശാന്തത, അതായത് ഇന്നർ പീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ സൈനാണ് അപരിചിതരുമായിട്ട് എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അപരിചിതരായ ആളുകൾ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഒരു ബസ് സ്റ്റോപ്പിൽ, അല്ലെങ്കിൽ ഒരു പാർക്കിൽ, അല്ലെങ്കിൽ ഒരു കടയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നിങ്ങളോട് അവരുടെ ജീവിതകഥ പങ്കുവെക്കുന്നുണ്ടോ? ഇത് ഒരു മാന്ത്രികതയൊന്നുമല്ല, ഇത് നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷൻ്റെ ശക്തിയാണ്. അതായത് നിങ്ങളുടെ എനർജി ഒരു സ്വാഗതം, അതായത് വെൽക്കം എന്ന ബോർഡ് പോലെയാണ്. ആളുകൾക്ക് നിങ്ങളുടെ അടുത്ത് സുരക്ഷിതത്വവും ആശ്വാസവും തോന്നുന്നു. ഉദാഹരണത്തിന്, നിങ്ങളൊരു യാത്രയിൽ, അതായത് ഒരു ട്രെയിനിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ പെട്ടെന്ന് അവരുടെ ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചോ സംസാരിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അവർ അവരുടെ ഹൃദയം തുറന്ന് അവരുടെ വിഷമങ്ങളോ സ്വപ്നങ്ങളോ നിങ്ങളോട് പങ്കുവെക്കും. അതായത് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അവർക്ക് നിങ്ങളെ വിശ്വസിക്കാമെന്നും എവിടെയോ ഒരു തോന്നൽ അവർക്ക് ലഭിക്കുന്നു. ഉദാഹരണം കൂടി പറയാം. ചിലപ്പോൾ നിങ്ങൾ പുതിയ ഒരാളെ കണ്ടുമുട്ടുകയും മണിക്കൂറോളം ആഴത്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തേക്കാം. അത് അവരുടെ അടുത്തിടെ ഉണ്ടായ ഒരു എന്തെങ്കിലും വേദനയെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളെക്കുറിച്ചോ, ചിലപ്പോൾ ഒരു പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടിനെ കുറിച്ചോ അവരുടെ ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ചോ ആകാം. ആദ്യമായിട്ട് കാണുന്ന ഒരാളുമായിട്ട് സാധാരണയായി സംസാരിക്കുന്ന വിഷയങ്ങളൊന്നും അല്ലല്ലോ ഇത്. പക്ഷേ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്കൊരു സുരക്ഷിതത്വവും ആശ്വാസവും തോന്നുന്നു. ആളുകളെ ആകർഷിക്കാനും അവരുടെ കഥകൾ പങ്കുവെക്കാൻ അവർക്ക് ധൈര്യം നൽകാനും ഈ കഴിവ് നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷൻ്റെ ഒരു പ്രധാന അടയാളമാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ചിലരെ ആദ്യമായി കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു അടുപ്പം തോന്നും, അല്ലേ? അപ്പോൾ മൂന്നാമത്തെ അടയാളമായിരുന്നു അപരിചിതരുമായി എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നത്. ഇനി നാലാമത്തെ അടയാളമാണ് സഹാനുഭൂതിയും ദയയും. നിങ്ങളുടെ ഹൃദയം മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളതാണോ? ആരെങ്കിലും സങ്കടപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവരുടെ വേദന അനുഭവപ്പെടുന്നുണ്ടോ? അവർ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയവും സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടോ? ഇതാണ് സഹാനുഭൂതി. ഒപ്പം ആ വേദനയിൽ അവർക്ക് സഹായം നൽകാനുള്ള ആഗ്രഹവും. അതാണ് കരുണ. നിങ്ങൾക്ക് ഉയർന്ന വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ സഹാനുഭൂതിയും ദയയും നിങ്ങൾക്ക് ഇടയ്ക്കിടെ മാത്രം അനുഭവപ്പെടുന്ന വികാരങ്ങളായിരിക്കില്ല. മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായി അവ മാറും. ഇതിനർത്ഥം മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവ പങ്കിടാനും നിങ്ങൾക്കൊരു സ്വാഭാവിക കഴിവുണ്ടെന്നാണ്. അവരുടെ ക്ഷേമത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥമായ സ്നേഹവും കരുണയും ഉണ്ടാകും. ഈ സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സ്ഥാനത്ത് നമ്മൾ സ്വയം നിന്നുകൊണ്ട് അവരെന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഒരാൾ സങ്കടത്തിലായിരിക്കുമ്പോൾ നമുക്ക് അവരുടെ സങ്കടം ഉള്ളിൽ തൊട്ടറിയാൻ സാധിക്കും. അവർ സന്തോഷിക്കുമ്പോൾ നമ്മൾ അവരുടെ സന്തോഷത്തിൽ പൂർണ്ണമായിട്ടും പങ്കുചേരും. ഇത് വെറും ഒരു സഹതാപം തോന്നുന്നതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. മറിച്ച് അവരുടെ വികാരങ്ങളും അനുഭവങ്ങളും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചാണ്. കരുണ ഈ സഹാനുഭൂതിയെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുവന്നു. ഒരാൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് മനസ്സിലാക്കുക മാത്രമല്ല, അവരെ സഹായിക്കാനും പിന്തുണയ്ക്കാനും ശക്തമായ ആഗ്രഹം കൂടി ഉണ്ടാകുക എന്നതാണിത്. വേദനയിലായിരിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം സ്വാഭാവികമായി അവരിലേക്ക് എത്തുന്നു. നമ്മളൊരു കേൾവിക്കാരനായി മാറിയേക്കാം, ഒരു സഹായഹസ്തം നീട്ടിയേക്കാം, അല്ലെങ്കിൽ അവർക്ക് ആശ്വസിക്കാൻ ഒരു തോള് കൊടുത്തേക്കാം. ഈ ആഴത്തിലുള്ള സഹാനുഭൂതിയും ദയയും വരുന്നത് എല്ലാ ജീവികളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ്. എല്ലാവരും ഏതെങ്കിലും വിധത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഒരാളെ ബാധിക്കുന്നത് മറ്റുള്ളവരെയും ബാധിക്കാമെന്നും ഇത് തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് നിങ്ങളുടെ സഹാനുഭൂതിയെയും കരുണയെയും കൂടുതൽ ശക്തമാക്കുന്നു. ഈ ഗുണങ്ങൾ നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷന്റെ വ്യക്തമായ ഒരു സൂചനയാണ്. നമ്മൾ മലയാളികൾക്ക് ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമല്ലേ? അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയുന്ന പോലെ
മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമ്മളിൽ കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 4ാമത്തെ സൈനായിരുന്നു സഹാനുഭൂതിയും കരുണയും. ഇനി 5ാമത്തെ സൈനാണ് നല്ല ആരോഗ്യവും ഊർജ്ജസ്വലതയും. നിങ്ങൾ ഹൈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിലും ഊർജ്ജസ്വലതയിലും കാണാൻ സാധിക്കും. ഈ ഹൈ വൈബ്രേഷണൽ എനർജി ഒരു ശക്തമായ ആരോഗ്യമുള്ള ശരീരമായും ജീവിതം നിറഞ്ഞതും ഊർജ്ജസ്വലവുമായ ഒരു അവസ്ഥയായിട്ടും മാറും. ഇതിനെ ഇങ്ങനെ ചിന്തിക്കുക: നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നന്നായി പരിപാലിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ അത്ഭുതകരമായ കാര്യങ്ങൾക്കും നന്ദി പറയുന്നത് പോലെയാണ്. ഈ പരിചരണം പല രൂപങ്ങളിൽ വരാം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് വിശ്രമിക്കുക, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് സമ്മർദ്ദം നിയന്ത്രിക്കുക. ഇതിന് പകരമായി നിങ്ങളുടെ ശരീരം കൂടുതൽ പ്രതിരോധശേഷിയുള്ളതും ഊർജ്ജസ്വലവുമായി നിങ്ങളെ പിന്തുണയ്ക്കുന്നു. ഇതൊരു പോസിറ്റീവ് ചക്രം പോലെയാണ്. ശരീരത്തെ പരിപാലിക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ സഹായിക്കുന്നു. ഉയർന്ന വൈബ്രേഷൻ നല്ല ശാരീരിക ആരോഗ്യത്തിന് കാരണമാകുന്നു. നല്ല ആരോഗ്യവും ഊർജവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ, അല്ലേ? അതൊരു ഹോബി ആകട്ടെ, അല്ലെങ്കിൽ ദൈനംദിന ജോലികളാകട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ചെയ്യാൻ സാധിക്കും. നമ്മുടെ ശരീരം നമ്മുടെ യാത്രയിൽ ഒരു വിശ്വസ്ത പങ്കാളിയെ പോലെയാണ്. ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു, ശരിയല്ലേ? ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്ന് പറയുന്നത് എത്ര ശരിയാണ്. അപ്പോൾ 5ാമത്തേതായിരുന്നു നല്ല ആരോഗ്യവും ഊർജ്ജസ്വലതയും. ഇനി 6ാമത്തേതാണ് നിങ്ങളുടെ പോസിറ്റീവ് എനർജി ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അതായത് നെഗറ്റീവ് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് ഉയർന്ന വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യം നടന്നേക്കാം. അത് ഈ നെഗറ്റീവായിട്ടുള്ള എനർജി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ ഒരു അസ്വസ്ഥത തോന്നിയേക്കാം. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ പോസിറ്റീവ് എനർജി അവരുടെ നെഗറ്റീവുമായി തീവ്രമായി വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ ചിലർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ അസ്വസ്ഥരാകുന്നതോ? ഉദാഹരണത്തിന്, നിങ്ങളൊരു കടയിൽ ഫോണിൽ സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോ. പതിയെ ചെറിയ സൗണ്ടിൽ, അതായത് സാധാരണ ശബ്ദത്തിൽ പെട്ടെന്ന് ആരോ വന്ന് നിങ്ങളുടെ ശബ്ദം ഉച്ചത്തിലാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. നിങ്ങൾക്ക് തോന്നും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്. അതായത് നിങ്ങളെ ശരിക്കും അറിയാത്ത ചിലർ പോലും നിങ്ങളുടെ സാന്നിധ്യത്തോട് ശക്തമായി പ്രതികരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഈ തരത്തിലുള്ള പ്രതികരണം പലപ്പോഴും സംഭവിക്കുന്നത് നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷൻ, അതായത് സ്നേഹവും സമാധാനവും നിറഞ്ഞ നിങ്ങളുടെ ഊർജം അവരുടെ ലോ വൈബ്രേഷനുമായി തീവ്രമായി വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ്. അവരുടെ വൈബ്രേഷൻ ഭയമോ കുറ്റബോധമോ അല്ലെങ്കിൽ അസൂയയോ നിറഞ്ഞതായിരിക്കാം. ഇത് എണ്ണയും വെള്ളവും കലർന്നതുപോലെയാണ്. അവയ്ക്ക് നന്നായി ചേരാൻ സാധിക്കില്ല. നിങ്ങൾ പ്രസരിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി അവർക്കുള്ളിൽ അനുഭവപ്പെടുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായതുകൊണ്ട് അവർക്ക് അസ്വസ്ഥത ഉണ്ടാകാം. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആയിരിക്കാൻ നിങ്ങളുടെ പോസിറ്റീവ് ഊർജം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം ആൾക്കാർ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വെളിച്ചത്തെ മങ്ങിക്കാൻ അനുവദിക്കരുത്. അവരെ കൂടുതൽ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സുഖം തോന്നിപ്പിക്കാനോ വേണ്ടി നിങ്ങൾ മാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. പകരം ആത്മാർത്ഥമായി പെരുമാറുകയും നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷൻ നിലനിർത്തുകയും ചെയ്യുക. നെഗറ്റീവ് എനർജിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നമ്മുടെ പ്രസൻസ് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് അവരുടെ പ്രശ്നമാണ്, നമ്മുടെ അല്ല. 7ാമത്തെ സൈനാണ് ശക്തവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ. നിങ്ങൾക്ക് ഉയർന്ന വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ശക്തവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പോസിറ്റീവ് എനർജി കാരണം മറ്റുള്ളവരുമായി വളരെ ആഴത്തിലും അർത്ഥവത്തായ തലത്തിലും ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇത് മനസ്സിലാക്കലും സഹാനുഭൂതിയും പരസ്പര പിന്തുണയും നിറഞ്ഞ ബന്ധങ്ങളെ വളർത്തുന്നു. നിങ്ങൾ ഒരു ഉയർന്ന വൈബ്രേഷൻ അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാന്തം പോലെയാണ്. നിങ്ങളെപ്പോലെ സമാനമായ ഊർജമുള്ള ആളുകളെ നിങ്ങൾ ആകർഷിക്കും. ഇവർ ദയയ്ക്കും സത്യസന്ധതയ്ക്കും യഥാർത്ഥ സ്നേഹബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തികളായിരിക്കും.
അവരുമായിട്ടുള്ള നിങ്ങളുടെ ഇടപഴകലുകൾ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ ആശയവിനിമയത്തെയും പരസ്പരമുള്ള ആഴത്തിലുള്ള മനസ്സിലാക്കലിനെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷൻ ഈ ബന്ധങ്ങളെ കൂടുതൽ ആരോഗ്യകരമാക്കുന്നു. ഒന്നാമതായിട്ട്, മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാനും അവരുമായി നല്ല രീതിയിൽ ഇടപെടാനും ഇത് നിങ്ങളെ അനുവദിക്കുന്നു. രണ്ടാമതായിട്ട്, സഹാനുഭൂതിയും കരുണയും നൽകിക്കൊണ്ട് തുറന്ന മനസ്സോടെ ബന്ധങ്ങളെ സമീപിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. മൂന്നാമതായിട്ട്, ബന്ധങ്ങളിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും പോലും ക്രിയാത്മകവും പോസിറ്റീവുമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കുന്നു. വഴക്കുകൾ വരുമ്പോൾ പോലും എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടതെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. ഈ ശക്തവും ആരോഗ്യകരവുമായിട്ടുള്ള ബന്ധങ്ങൾ വെറും പ്രണയബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതൊന്നും അല്ല കേട്ടോ. മറിച്ച് സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, കൂടാതെ നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ വരെ ആകാം. ഈ ഓരോ ബന്ധങ്ങളിലും നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷൻ വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും പരസ്പരം വളർച്ചയുടെയും ഒരു നല്ല അടിത്തറ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. നല്ല ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷം തരുമെന്ന് എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ, അല്ലേ? ഈ 8ാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉദാരമനസ്കതയാണ്. ഉദാരമനസ്കനായിരിക്കുന്നത് അഥവാ മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ ഉയർന്ന വൈബ്രേഷനോടെ ജീവിക്കുന്നു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. പിശുക്കും അത്യാഗ്രഹവുമെല്ലാം താഴ്ന്ന വൈബ്രേഷണൽ ഊർജവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സ്വഭാവങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കും. എന്നാൽ ഉദാരമനസ്കത നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങൾ ഒരു ഹൈ വൈബ്രേഷനിലുള്ള അവസ്ഥയായിരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ പണം വേണം, എനിക്കിതൊന്നും മതിയാവില്ല എന്ന തരത്തിലുള്ള ഒരു തരം കുറവെന്ന ചിന്താഗതിയിൽ നിന്നും നിങ്ങൾ മാറാൻ തുടങ്ങും. പകരം നിങ്ങൾക്ക് ഇപ്പോഴുള്ള എല്ലാത്തിനും നന്ദിയുള്ളവനായിരിക്കാനുള്ള ഒരു ചിന്താഗതി നിങ്ങൾ വളർത്തിയെടുക്കുന്നു. ഇത് വളരെ വലിയൊരു മാറ്റമാണ്. എനിക്ക് കൂടുതൽ വേണം എന്നതിൽ നിന്നും എനിക്കുള്ളതിന് ഞാൻ നന്ദിയുള്ളവനാണ് എന്നതിലേക്കുള്ള ഈ മാറ്റം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും തുറക്കും. ഇത് നിങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ കൂടുതൽ സന്നദ്ധനാക്കും. ഈ ഉദാരമനസ്കത എന്നാൽ പണം മാത്രം നൽകുന്നതൊന്നും അല്ല കേട്ടോ. നിങ്ങളുടെ സമയം പങ്കുവെക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് വൈകാരികമായ പിന്തുണ നൽകുക എന്നിവയെല്ലാം അതിനുദാഹരണങ്ങളാണ്. നിങ്ങൾ ഉദാരമനസ്കനായിരിക്കുമ്പോൾ അത് വെറും കൊടുക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചല്ല, മറിച്ച് അതിന് പിന്നിലുള്ള ആത്മാർത്ഥമായ ഉദ്ദേശത്തെയും വികാരത്തെയും കുറിച്ചാണ്. ഉദാരമനസ്കരായ ആളുകൾക്കൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. അവർ ദാനം ചെയ്യുന്നത് യഥാർത്ഥ സ്നേഹത്തിൽ നിന്നും മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നിന്നൊക്കെയാണ് കേട്ടോ. ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നാറില്ലേ? അതാണ് ഈ ഉയർന്ന വൈബ്രേഷന്റെ ശക്തി. നമ്മളെപ്പോഴും സഹായം ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ? പണമാണ്. പണം മാത്രമല്ല കേട്ടോ സഹായം ചെയ്യുന്നതിൻ്റെ അർത്ഥം. ഇനി 9ാമത്തെ സൈനാണ് ക്ഷമ. ക്ഷമിക്കാൻ കഴിയുന്നത് ഉയർന്ന വൈബ്രേഷനോടെ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു അടയാളമാണ്. ഒരാളോടുള്ള കുറ്റപ്പെടുത്തലുകളും ദേഷ്യവും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്നത് താഴ്ന്ന വൈബ്രേഷൻ ഊർജവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഈ വികാരങ്ങൾ നമ്മളെ വൈകാരികമായും ആത്മീയമായും തളർത്തിക്കളയും. എന്നാൽ ക്ഷമിക്കാനുള്ള കഴിവ്, അതായത് ദേഷ്യം, കുറ്റപ്പെടുത്തൽ, വെറുപ്പ് എന്നിവയെല്ലാം ഉപേക്ഷിക്കുക എന്നത് നിങ്ങളുടെ വൈബ്രേഷനിൽ ഉയർത്താനുള്ളൊരു ശക്തമായ മാർഗമാണ്. നിങ്ങൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ അവർ ചെയ്തത് ശരിയാണെന്ന് പറയുന്നതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഇത്. മറിച്ച് നെഗറ്റീവ് വികാരങ്ങൾ മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഭാരത്തിൽ നിന്നും നിങ്ങളെ സ്വയം മോചിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാരമുള്ള സഞ്ചി താഴെ വെക്കുന്നത് പോലെയാണത്. പെട്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ ഭാരം കുറഞ്ഞതായിട്ടും സ്വതന്ത്രമായിട്ടൊക്കെ തോന്നും. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഒരുപാട് ശക്തിയും വലിയൊരു മനസ്സും ആവശ്യമാണ്. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കുമെന്നും ദേഷ്യം മനസ്സിൽ വെച്ച് പുലർത്തുന്നത് നമ്മുടെ സ്വന്തം മനസ്സിനെ മാത്രമേ വേദനിപ്പിക്കുമെന്നും മനസ്സിലാക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ക്ഷമ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾ സാഹചര്യത്തിന് മുകളിലേക്ക് ഉയരാനും അത് നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതെ ഇരിക്കാനും തിരഞ്ഞെടുക്കുകയാണ്. ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനുള്ള ഈ കഴിവ് നിങ്ങളുടെ ഒരു ഉയർന്ന വൈബ്രേഷനുള്ള ജീവിതം നയിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. മനസ്സിൽ നിന്നും ഭാരം ഇറക്കി വെക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്.
അത് അനുഭവിച്ചറിയുന്നവർക്കേ മനസ്സിലാവൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉയർന്ന വൈബ്രേഷൻ്റെ ഈ 9 അടയാളങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിലേതൊക്കെ കാര്യങ്ങൾ നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചോ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ സന്ദേശങ്ങൾ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നല്ല രീതിയിൽ സ്പർശിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്